ഒമാനിലെ മബേലയിലുമുണ്ട് ഇങ്ങനെ കുറെ കൂട്ടുകാർ. കലയെ സ്നേഹിക്കുന്ന, കേരളീയ കലാരൂപമായ ദഫ്മുട്ടിനെ സ്നേഹിക്കുന്ന പ്രവാസി. ഉശിരോടെ ഉയർന്നു ചാടി ശക്തിയിൽ കൊട്ടിപ്പാടുമ്പോൾ ഉറഞ്ഞു തുള്ളുന്ന ആവേശമാണ് ഇവർക്ക്. മദ്രസയിലും സ്കൂളിലും കോളേജിലുമെല്ലാം ദഫിൽ കൊട്ടി താളത്തിൽ പാടി ചുവടുവെച്ചതിന്റെ ഓർമ്മകളും സന്തോഷവും. മസ്കറ്റ് മബേലയിലെ ടീം കുർത്തുബയുടേതാണ് ഈ ആവേശ പ്രകടനം. 32 മുതൽ 52 വയസ്സുവരെ പ്രായമുള്ളവരുടെ കലാ കൂട്ടായ്മ. ദഫിന്റെ താളവും ഈണവും നെഞ്ചിൽ പേറുന്ന 13 പേർ. പല കാലത്ത് ഒമാനിലെത്തിയവരാണ് ടീം കുർത്തുബയിലെ അംഗങ്ങൾ. പല ജോലികൾ ചെയ്യുന്നവർ. എല്ലാവരുടെയും മനസ്സിനെ കോർത്തിണക്കുന്നതാകട്ടെ ചടുലമായ ചുവടും ദഫിന്റെ താളവും. ഞങ്ങൾ 15 ഫാമിലീസ് ഉണ്ട്. 15 ഫാമിലീസ് എവിടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഫ്രൈഡേ ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു പോകും. എല്ലാവരും ഒരുമിച്ച് പോകും. ഫാമിലിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരു ഫാമിലിയിൽ വല്ല ദുഃഖം സന്തോഷം ഉണ്ടെങ്കിൽ രണ്ടും ഞങ്ങൾ പങ്കെടുക്കും. അതിലെന്ത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവരായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഈ വർഷം ഞങ്ങൾ നബിദിനത്തിന് ദഫ് പരിപാടി ആരംഭിക്കാമെന്നുള്ളൊരു മൊത്തം തീരുമാനത്തിൽ വന്ന് അത് ഞങ്ങളെല്ലാവരും ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ദഫിൻ്റെ. മലബാറിൽ പ്രചാരത്തിലുള്ള ദഫ്മുട്ടിനെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് ചേർന്നാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിച്ചത്. മൾട്ടിനാഷണൽ കമ്പനിയുടെ ജനറൽ മാനേജർ മുതൽ സാധാരണ ജോലി ചെയ്യുന്നവർ വരെ കൂട്ടായ്മയിലുണ്ട്. പക്ഷേ ആ വലുപ്പച്ചെറുപ്പമൊന്നും കളിയിൽ കാര്യമാകില്ല. എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെക്കണം. ഈ ഒരു 13 സംഘമായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. ഞാൻ ഉൾപ്പെടെ ഞാനാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ എത്തുകയും എല്ലാവർക്കും നല്ലൊരു ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും ഒരുങ്ങിയപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതുവരെ ദഫ് കൈകൊണ്ട് തൊടാത്തവർ വരെ ഇത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളി കണ്ടു കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എത്രയോ കൊല്ലമായിട്ട് കളിച്ചിരുന്നോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. മസ്കറ്റിലെ മബേല ശിഹാബ് തങ്ങൾ സ്മാരക ഹയർ സെക്കൻഡറി ഖുർആൻ മദ്രസയിൽ മക്കളായ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇവർ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. പതിഞ്ഞ താളത്തിലും ശബ്ദത്തിലും തുടങ്ങി പിന്നീട് ഉയർന്നും താഴ്ന്നും ചരിഞ്ഞും അവർ ചുവടുകൾ വെച്ചു. കുട്ടിക്കാലത്തിന്റെ ഊർജവും പ്രസരിപ്പും പ്രവഹിച്ച കാഴ്ച. من ثنيات الوداع وجب الشكر علينا. ശിഹാബ് തങ്ങൾ മദ്രസ എല്ലാ വർഷവും ഇവിടെ നബിദിനം വളരെ വിപുലമായിട്ടാണ് കൊണ്ടാടലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ ടീം മൊബൈലെ ടീം കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ വിഷയത്തിലും പല ജീവകാരുണ്യ വിഷയത്തിലും എല്ലാ വിഷയത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് ടീം മൊബൈല. അപ്പോൾ ടീം മൊബൈലിൻ്റെ ക്യാപ്റ്റന്മാരായ സലാംക്കും അതുപോലെ നമ്മളെ ലുലു ജനറൽ മാനേജർ മിസ്റ്റർ ഇബ്രാഹിംക്കും നമ്മളോട് ചോദിച്ചു നമുക്കൊരു ദഫ് മദ്രസയിൽ നടത്തിയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു ദഫ് പിടിച്ചിട്ടില്ല. അപ്പോഴാണ് സലാംക്ക് പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കൊട്ടിപ്പാടുന്ന സംഗീത ഉപകരണത്തിന് ദഫ് എന്നും തപ്പിട്ട എന്നും പേരുണ്ട്. ഒരാൾ പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടി ചുവടുവയ്ക്കുകയും ചെയ്യും. ആകാശത്തേക്ക് ചുഴറ്റി വീശിയാണ് ദഫിൽ താളം പിടിക്കുക. രക്തസാക്ഷികളെയും വീരന്മാരെയും പുകഴ്ത്തിയുള്ളതാകും ദഫ്മുട്ടിലെ പാട്ടുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ മദീനയിലുള്ള അൻസാരികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫ് കൊട്ടിയും അതുപോലെ മദ്ഹ് ഗീതങ്ങൾ പാടിയും വരവേറ്റതിൻ്റെ അനുസ്മരണയോടുകൂടി അതൊന്ന് സ്മരിക്കാന്നുള്ള രീതിയിലാണ് ദഫ് എന്ന ഒരു ഇസ്ലാമിക കല കൊണ്ടാടുന്നത്. ജോലി കഴിഞ്ഞെത്തി രാത്രിയിലായിരുന്നു പരിശീലനം. അത്രയ്ക്കുണ്ട് ഈ കലാരൂപത്തോടുള്ള ഇവരുടെ അടങ്ങാത്ത സ്നേഹം.
പരിശീലനത്തിന് ആരെങ്കിലും വൈകിയെത്തിയാൽ അവർക്കുമുണ്ട് ശിക്ഷ. പല മേഖലയിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ്സുകാരും ഒക്കെ ആയതുകൊണ്ട് കൃത്യസമയത്ത് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലരും 10 മണിക്ക് സമയം പറഞ്ഞു 10:10, 10:20, 10:30 എത്താറ്. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങളത് മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ലൈറ്റായി വരുന്ന ആൾക്ക് ഒരു അന്ന് ഒരു പണിഷ്മെന്റ് ആയിട്ട് എല്ലാവർക്കും ഉള്ള ഫുഡ് അന്ന് ലേറ്റായി വരുന്നവർക്ക് കൊടുക്കണം എന്നുള്ളൊരു പണിഷ്മെന്റ് കൊടുക്കും. കോളേജിലും സ്കൂളിലുമൊക്കെ ദഫ്മുട്ടിൽ പങ്കെടുത്തവരുണ്ടെങ്കിലും ഇത്തരം അനുഭവങ്ങളില്ലാത്തവരും സംഘത്തിലുണ്ട്. പക്ഷേ നിത്യപരിശീലനത്തിലൂടെ ഇവർ മറ്റുള്ളവരെ അമ്പരപ്പിച്ചു. നമ്മൾ ഈ ദഫിനുണ്ടായിരുന്ന 13 പേരിൽ ഭൂരിഭാഗം പേരും, അതായത് 1-2 പേരോ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ആളുകളും ദഫ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. ദഫ് കണ്ടു എന്നുള്ളതല്ലാതെ കളിച്ച് ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഫാമിലിയിൽ നിന്ന് പോലും വലിയ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് നമ്മളിത് സ്റ്റേജിൽ പോയിട്ട് മാനം കിടുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക അവരിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കളി ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ അത് കണ്ട് അവർ പറഞ്ഞത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് പല നാടുകളിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതം തേടി മറുനാട്ടിലെത്തിയവരിൽ ഇങ്ങനെയും ചില സുന്ദര കാഴ്ചകളുണ്ട്. കലയും സംസ്കാരവും ജീവവായു പോലെ കൊണ്ടു നടക്കുന്ന നല്ല മനുഷ്യരുടെ വിസ്മയ കാഴ്ചകൾ. عليه السلام